വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ നമ്മുടെ ഓഗസ്റ്റ് 2-ാം തീയതി നടക്കാനിരുന്ന നമ്മുടെ സെറ്റ് എക്സാം മാറ്റി വെച്ചു അല്ലെ. ഇനിയിപ്പോ ഡേറ്റ് ഒന്നും അറിയിച്ചിട്ടില്ല, അതെന്തായാലും പിന്നീട് അറിയിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പിക്ചർ കാണിക്കാൻ കാരണം തന്നെ ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അന്ന് ലൈവ് നടത്തിയ സമയത്ത് കുറെ പേര് പറഞ്ഞത്, കുറെ പേര് ഈ ഒരു 2 കാറ്റഗറീസിലായിരുന്നു നിന്നത്. അതായത് കുറെ പേർക്ക് എക്സാം മാറ്റി എന്നുള്ളൊരു പേരിൽ ഹാപ്പിയാണ്, ഒരു സന്തോഷമാണ്. കാരണം ഇനിയുള്ള ദിവസം നന്നായിട്ട് പഠിക്കാന്നുള്ളൊരു മെന്റാലിറ്റിയാണ് അവർക്കുള്ളത്. പക്ഷെ കുറെ പേര് പഠിച്ച് എല്ലാം കഴിഞ്ഞ് അവിടെ ബുക്ക് മടക്കി വെച്ച കുറച്ച് പേരുണ്ടാവുമല്ലോ, അവർക്കാണ് ഈ 2ാമത്തെ പിക്ചറിൽ കാണുന്ന പോലെ ഭയങ്കര വിഷമം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ ഈ 2 കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിലും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അപ്പൊ ഈ ഹാപ്പി ആയിട്ടുള്ളവർ എന്തായാലും പോസിറ്റീവ് മൈൻഡ് ആണ്. പക്ഷെ ഒരുപാട് ഹാപ്പി മാത്രം ആയാൽ പോരാ, പഠിക്കും കൂടെ വേണം. 2ാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ കോൺഫിഡൻസ് അവിടെ കുറയല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇനി ആദ്യം തൊട്ട് ഒന്നിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എന്ത് ചെയ്താൽ മതി, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതായത് ജസ്റ്റ് നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോ നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ നോട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു വായന, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് പെൻഡിങ് ഉള്ള എന്തെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാൽ മാത്രം മതി. അതാണ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്താൽ മതി, ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിലും അതൊന്ന് ഒറ്റയ്ക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് ഉറപ്പായിട്ടും താഴെ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. കാരണം നമുക്കിപ്പോൾ കിട്ടിയ ഒരു അവസരമാണ്, കുറച്ചുകൂടെ ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് നോക്കാനുള്ള, അല്ലെങ്കിൽ ഒന്നുകൂടെ പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അതിന് മുൻപേ തന്നെ നമുക്ക് നമ്മുടെ നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെ. ഒരു ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാം. അതായത് നമുക്കത് അറിഞ്ഞിരിക്കണമല്ലോ, നമ്മൾ അത്രയും ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഇനി വരാൻ പോകുന്ന സെറ്റ് എക്സാം എനിക്ക് എന്തായാലും ക്രാക്ക് ചെയ്യണം എന്ന രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ നമ്മുടെ HSSന്റെ ഇപ്പൊ എക്സാം നമ്മുടെ കഴിഞ്ഞു. HSSന്റെ എക്സാം കഴിഞ്ഞു. ഇപ്പൊ ഷോർട്ട് ലിസ്റ്റും മെയിൻ ലിസ്റ്റ് ഒക്കെ വരുന്ന ഒരു സമയമാണ്. വന്നു കഴിഞ്ഞു, ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ HSST NCA നോട്ടിഫിക്കേഷൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. HSST NCA നോട്ടിഫിക്കേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന HSST എക്സാംസ് നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അൺഎയ്ഡഡ് സ്കൂൾസ് ആണ്. നമുക്ക് ഇപ്പൊ എയ്ഡഡ് സ്കൂളുകളായിക്കോട്ടെ അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകളായിക്കോട്ടെ, എയ്ഡഡ് സ്കൂളുകളിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് വേണം കയറാനായിട്ട്. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഇപ്പൊ സെറ്റ് കിട്ടിയവർക്കാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. സെറ്റ് ക്വാളിഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂസിന് വരുന്നവരെയൊക്കെ എന്ത് ചെയ്യുകയാണ്, അവിടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി അവിടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ ഒരുപാടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഈ സെറ്റും കേട്ടറ്റും എല്ലാവരും ക്രാക്ക് ചെയ്തവർ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യുന്നതിന്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെയും വരുന്നത്. ദെൻ എഡ്യൂടെക് കമ്പനീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറയുന്നത് തന്നെ ഒരു എഡ്യൂടെക് കമ്പനിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഇവിടെ പോലും ഹയർ ചെയ്യുള്ളൂ. ഇവിടെ നല്ല ബാക്കി ഏത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ മാത്രമാണ് എടുക്കുള്ളൂ അല്ലേ. കാരണം അവരെയാണ് പഠിപ്പിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കണം, എനിക്ക് അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. സോ ഏതൊരു എഡ്യൂടെക് കമ്പനീസിലും ഇത്തരം ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ മാത്രമാണ് ഹയർ ചെയ്യുള്ളൂ. അപ്പൊ അവിടെയും അതിനൊരു പ്രാധാന്യം വരുന്നുണ്ട്. ദെൻ ട്യൂഷൻ ഫീൽഡ് ആണ്. ഇപ്പൊ ട്യൂഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ചെറിയ കുട്ടികളുടെ ക്ലാസ് എടുക്കുന്നത് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് ഈ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു ക്വാളിഫൈഡ് എക്സാം ആണെങ്കിലും, ഇപ്പൊ നമ്മുടെ കേട്ടറ്റ് ആയിക്കോട്ടെ, സീറ്ററ്റ് ആയിക്കോട്ടെ, നെറ്റ് ആയിക്കോട്ടെ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിലും അത് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ ഉണ്ടാവും. സോ ഞാൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഇത്തവണ തന്നെ സെറ്റ് എന്തായാലും നിങ്ങൾ ക്വാളിഫൈഡ് ആവണം. അതിന് കിട്ടിയ ഒരു അവസരമാണ് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ അതിനായിട്ടൊരു അവസരമാണെന്ന് മാത്രം നിങ്ങൾ കണക്കാക്കിക്കൊണ്ട് നന്നായിട്ടൊന്ന് പഠിക്കുക. ഇനി നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർ നന്നായിട്ട് റിവൈസ് ചെയ്യുക. അപ്പൊ പഠിച്ചിട്ടുള്ളവർ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമല്ല. എന്താ ചെയ്യണ്ടേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു ദിവസങ്ങളാണ് ഇനിയുള്ളത്. ഈ ഹാപ്പി ആയിട്ടുള്ള ആരെങ്കിലും വേറെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിൽ മൊത്തം 6 യൂണിറ്റ് ആണുള്ളത്. ഇതിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാനുള്ളത്? അപ്പൊ നിങ്ങളിപ്പോൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം എക്സാമിന്റെ തലേ ദിവസമാണ് ഇവിടെ എക്സാം ഡേറ്റ് മാറ്റുന്നത്. അപ്പൊ തലേ ദിവസം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. എനിക്ക് ഇത് ഒന്നുകൂടെ പഠിക്കായിരുന്നു, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ഏരിയസ് എനിക്ക് മറന്നു പോവോ എന്നൊക്കെ നിങ്ങളുടെ
മൈൻഡിൽ വന്നിട്ടുണ്ടാവും. സോ ആ ഏരിയാസ് ഒന്നുകൂടെ ഈ ഒരു യൂണിറ്റിൽ നിന്നും തെരഞ്ഞെടുത്ത് പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ കണക്കാക്കുക. സോ ഇവിടെ നമുക്കറിയാം മൊത്തം 120 മാർക്കാണ്. അതിൽ ആദ്യത്തെ 3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ജനറൽ സ്റ്റഡീസ്, ലാംഗ്വേജ് ആൻഡ് റീസണിങ്, കറണ്ട് അഫയേഴ്സ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് 60 മാർക്കിനും അതുപോലെ തന്നെ യൂണിറ്റ് 4, 5, 6 അല്ലെ, ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഇതിൽ നിന്നും 60 മാർക്ക് അങ്ങനെയാണ് എക്സാമിന് വരുന്നത് അല്ലെ. 60 മാർക്ക് ഇങ്ങനെയാണ് എക്സാമിന് വരുന്നത്. അപ്പൊ ഇതിൽ നിങ്ങളിപ്പോ ഏത് യൂണിറ്റ് ആണോ നിങ്ങൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ വീക്ക് ഏരിയ, ആ വീക്ക് ഏരിയ ഒന്നുകൂടെ നോക്കാനും സ്ട്രോങ് ഏരിയ അവിടെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനുള്ള ഒരു ടൈമായിട്ട് നിങ്ങൾ കണക്കാക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇതിലിപ്പോ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എല്ലാത്തിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസിലേക്ക് ഫോക്കസ് ഏരിയാസ് എല്ലാം ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. നമുക്ക് എന്തായാലും വെൽ സ്ട്രക്ചേർഡ് ആൻഡ് ഒരു ഡിസിപ്ലിൻഡ് അപ്രോച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ വേണം. കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഇരിക്കുക, കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കുക, ആ ഒരു കോൺഫിഡൻസ് കൈവിടാതിരിക്കുക. അപ്പൊ എന്തായാലും വെൽ സ്ട്രക്ചേർഡ് ആൻഡ് ഒരു ഡിസിപ്ലിൻഡ് അപ്രോച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇനിയിപ്പോ ആദ്യമായിട്ടൊരു കാര്യം, പഠിക്കാത്തൊരു കാര്യത്തിന് നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അതായത് ഒട്ടും നമ്മൾ പഠിച്ചിട്ടില്ല, ഇപ്പൊ എക്സാമിന്റെ തലേ ദിവസം വരെ തൊട്ട് നോക്കാത്തൊരു സാധനം ഇനി ഇരുന്ന് പഠിക്കാനായിട്ട് നിൽക്കണ്ട, അങ്ങനെ ചെയ്യണ്ട. പക്ഷെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിയുന്ന കാര്യം ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡിസ്ട്രോയ് ദ ഡിസ്ട്രാക്ഷൻസ് അല്ലെ. ഡിസ്ട്രോയ് ദ ഡിസ്ട്രാക്ഷൻസ്. നിങ്ങൾക്കിപ്പോ ഏത് രീതിയിലായിക്കോട്ടെ, നിങ്ങളുടെ തന്നെ മൈൻഡിന്റെ ഉള്ളിലുള്ള വല്ല ഡിസ്ട്രാക്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്കുള്ള ഡിസ്ട്രാക്ഷൻസ് ആയിക്കോട്ടെ, അതിനെയൊക്കെ നിങ്ങൾ കണക്കാക്കണ്ട, അതിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാന്നുള്ളതാണ്. അടുത്തത് യൂസ് ആക്റ്റീവ് റീകോൾ ആൻഡ് സ്പേസ്ഡ് റെപ്പറ്റീഷൻ. കണ്ടോ, നന്നായിട്ട് റീകോൾ ചെയ്യുക. അതുപോലെ സ്പേസ്ഡ് റെപ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് അത് എന്ത് ചെയ്യുക, ഒന്നുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ദെൻ പ്രയോറിറ്റീസ് സ്ലീപ്പ് ആൻഡ് ഹെൽത്ത്. ഇതിന്റെ ഇടയിൽ നിങ്ങളുടെ സ്ലീപ്പും ഹെൽത്തിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത്. നന്നായിട്ട് നിങ്ങളുടെ ഹെൽത്തും സ്ലീപ്പൊക്കെ നോക്കുക. അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, ബ്രീത്ത് ഒക്കെ എടുത്ത്, അതിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കോൺഫിഡൻസ് കളയാണ്ട് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൻസർ സ്ട്രാറ്റജിക്കലി. നമുക്ക് ഇനി എക്സാം ഹാളിൽ പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു കോൺഫിഡന്റ് ആവാൻ കിട്ടിയൊരു അവസരമായിട്ട് കണക്കാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡും, അതുപോലെ തന്നെ നമുക്കിപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്ന സമയത്ത് അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ആൻസറിലോട്ട് എത്തണം എന്ന രീതിയിൽ ഒരു സ്ട്രാറ്റജിക്കലി ഓരോന്നും ആൻസർ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം 120 അങ്ങനെയാണുള്ളത്. 120 മാർക്കാണ് നമ്മുടെ ജനറൽ പേപ്പറിലുള്ളത്. അവിടെ നെഗറ്റീവ് മാർക്സ് ഇല്ല, അത് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുക. ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന സെറ്റ് എക്സാമിനൊക്കെ, ഇപ്പോൾ തന്നെയല്ല പക്ഷെ പിന്നീട് ചിലപ്പോൾ 2 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ സെറ്റ് എക്സാമിനും എന്ത് വരാം, നെഗറ്റീവ് മാർക്സ് വരാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കിട്ടുന്ന ഒരു അവസരമായിട്ട് നിങ്ങൾ കണക്കാക്കുക. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം ജയിക്കാനായിട്ട്, പാസ്സാവാനായിട്ട് എന്ന കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പായിട്ട് ഉണ്ടാവണം. സോ നമുക്ക് അറിയേണ്ട കാര്യം, ഓരോ സബ്ജക്റ്റിലും കണ്ടോ, ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 115.2 ആണ് അവിടെ വേണ്ടത്. ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അതായത് ബോട്ടണി, കെമിസ്ട്രി അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിൽ ജനറൽ കാറ്റഗറിക്കാർക്ക് 115.2 മാർക്കാണ് പാസ്സാവാനായിട്ട് വേണ്ടത്. OBC-ക്കാർക്കാണെങ്കിൽ 108 മാർക്കും, അല്ലെങ്കിൽ SC/ST-ക്കാർക്കാണെങ്കിൽ 96 മാർക്കുമാണ് നമുക്ക് പാസ്സാവാനായിട്ട് വേണ്ടത് അല്ലെ. പാസ്സാവാനായിട്ട് ഇത്രയും മാർക്ക് വേണം. സോ ഈ ഒരു മാർക്കും കൂടെ നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പൊ ജനറൽ കാറ്റഗറീസിലുള്ളവരാണെങ്കിൽ 115 മാർക്ക് എന്നല്ല നിങ്ങളുടെ മൈൻഡിൽ വെക്കണ്ടേ. എത്ര വെക്കണം, ഒരു 130, 150 ആ ഒരു റേഞ്ചിൽ വെക്കുക. അത് മൈൻഡിൽ വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. OBC-ക്കാരാണെങ്കിൽ 108 എന്ന് മൈൻഡിൽ വെക്കണം. 108 വേണം. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഞാനിവിടെ ഒരുപാട് എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒരു റിവിഷനായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അപ്പൊ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യണം. അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. അപ്പൊ ഇത് ഞാൻ പല തവണയായിട്ട് ഇപ്പൊ യൂട്യൂബിലും ഒക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പൊ നന്നായിട്ടൊന്ന്
നിങ്ങളൊന്ന് വായിച്ചു നോക്കി ജസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് പോസ് ചെയ്ത് സമാധാനത്തിൽ വീഡിയോ ഒക്കെ ഒന്ന് പോസ് ചെയ്ത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് പോളിസി സജസ്റ്റഡ് കോൺഫറിംഗ് ഓട്ടോണമസ് സ്റ്റാറ്റസ് ടു SCERT, NCTE and set up the State Board of Teacher Education? We have 4 options. Program of Action on NPE 1986, National Policy on Education 1986, National Education Policy 2020, നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ് 1983. ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഏതാണ് ആൻസർ എന്ന് പറഞ്ഞത്? ഓപ്ഷൻ 1 ആണ് ആൻസർ അല്ലെ. പ്രോഗ്രാം ഓഫ് ആക്ഷൻ POA ഓൺ NPE 1986. അതായത് 1986ന്റെ ഭാഗമായിട്ട് വന്ന പ്രോഗ്രാം ഓഫ് ആക്ഷൻ. ആ പ്രോഗ്രാം ഓഫ് ആക്ഷൻ നടന്നത് എപ്പോഴാണ്? 1992ലാണ് അല്ലെ. 1992 ആണ്. 1992ലാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ വന്നത്. ഏതിന്റെ ഭാഗമായിട്ടാണ്? NPE 1986ന്റെ ഭാഗമായിട്ടാണ്. സോ അതിലാണ് ഈ ഒരു കോൺഫറിംഗ് ഓട്ടോണമസ് സ്റ്റാറ്റസ് കൊടുത്തത് SCERTക്കും NCTEക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൊഫഷണൽ നോംസ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആർ ഡെവലപ്ഡ് ബൈ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൊഫഷണൽ നോംസ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആർ ഡെവലപ്ഡ് ബൈ NCTE ആണോ, IGNOU ആണോ, UGC ആണോ, NCERT ആണോ? വളരെ സിമ്പിൾ അല്ലേ? ഏതാണ് ആൻസർ? ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ 1 ആണ് അല്ലെ. അതായത് NCTE ആണ്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണല്ലോ. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അക്കോർഡിംഗ് ടു നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് NCTE, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമ്പോസിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഏതാണ് കോമ്പോസിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. We have 4 options. An institution offering a single undergraduate program, an institution offering a single postgraduate program, an institution offering multi-teacher education program, an institution offering a single diploma program. വളരെ സിമ്പിൾ ആണ്. കോമ്പോസിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നിങ്ങൾ ആൻസർ ചെയ്തോ? ഓക്കെ, കോമ്പോസിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താ? ഒന്നിൽ കൂടുതൽ എന്നുള്ളൊരു മീനിങ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ആൻസർ ഓപ്ഷൻ 3 ആണ്. അതായത് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് മൾട്ടി ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അല്ലെ. ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് മൾട്ടി ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTE ആസ് എ റെഗുലേറ്ററി ബോഡി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഇത് പലപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 17th August 1992 ആണോ, 17th August 1994, 17th August 1995, 17th August 1996? ആൻസർ കിട്ടിയില്ലേ അല്ലെ? ആൻസർ കിട്ടിയല്ലോ. ഏതാണ് ആൻസർ? ഓപ്ഷൻ 3 ആണ്. 17th August 1995 അല്ലെ. 17th August 1995ലാണ് NCTE വന്നത് ആസ് എ റെഗുലേറ്ററി ബോഡി അല്ലെ. നിലവിൽ വന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ ദ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് NCFTE 2009 വാസ് പ്രിപ്പയർഡ് ബൈ. NCFTE 2009 ആരാണ് പ്രിപ്പയർ ചെയ്തത്? നോക്കിക്കേ. നാഷണൽ കരിക്കുലം കമ്മിറ്റി ഓഫ് ഇന്ത്യ ആണോ, നാഷണൽ കമ്മീഷൻ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണോ, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണോ, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണോ? ആൻസർ കിട്ടിയല്ലോ. വളരെ സിമ്പിൾ അല്ലേ. NCFTE ആരാണ് കൊണ്ടുവന്നത്, ആരാണ് പ്രിപ്പയർ ചെയ്തത് എന്നുള്ളതാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ 4 ആണ്. ദാറ്റ് ഈസ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTE അല്ലെ. NCTE ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 റെക്കമെൻഡഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷനിങ് ഓഫ് ദ ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ? വി ഹാവ് 4 ഓപ്ഷൻ. അക്രഡിറ്റേഷൻ, അക്കാഡമിക് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്, ഫണ്ടിങ്, റെഗുലേഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് NEP 2020 റെക്കമെൻഡഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷനിങ് ഫോർ ദ ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ? ആൻസർ കിട്ടിയല്ലോ. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ 2 ആണ് അല്ലെ. അതായത് അക്കാഡമിക് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്. അക്കാഡമിക് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എന്നുള്ളതാണ്. അക്രഡിറ്റേഷൻ എന്താ? NAAC ആണ് അല്ലെ. NAAC ആണ് അക്രഡിറ്റേഷൻ പറയുന്നത്. നമ്മുടെ NEP 2020 അതിൽ വരുന്നതല്ല. സോ അക്കാഡമിക് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംപ്രൂവ്മെന്റ് ഓഫ് ഗേൾസ് ആക്സസ് ടു ടെക്നിക്കൽ വൊക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വാസ് റെക്കമെൻഡഡ് ബൈ. എന്താണ് ക്വസ്റ്റ്യൻ? ഇംപ്രൂവ്മെന്റ് ഓഫ് ഗേൾസ് ആക്സസ് ടു ടെക്നിക്കൽ വൊക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വാസ് റെക്കമെൻഡഡ് ബൈ. വി ഹാവ് 4 ഓപ്ഷൻ. നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ് 1999, നാഷണൽ നോളജ് കമ്മീഷൻ 2007, നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1992, കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964 to 66. സോ ഇവിടെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1992 എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ഓഫ് ആക്ഷൻ അതിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഓപ്ഷൻ C തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ C ആണ് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ.
എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇംപ്രൂവ്മെന്റ് ഓഫ് ഗേൾസ് ആക്സസ് ടു ടെക്നിക്കൽ വൊക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വാസ് റെക്കമെൻഡഡ് ബൈ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അതായത് 1986 ഈ ഒരു നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്, അല്ലെങ്കിൽ അതിന് ബാക്കിയായിട്ട് വന്നതാണ് നമ്മുടെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992. അപ്പൊ അതിലാണ് ഈ ഒരു ഗേൾസ് ആക്സസ് ടു ടെക്നിക്കൽ വൊക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ അതിനെ റെക്കമെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തത് അതിലാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർഡർ ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഫോളോഡ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച്. അല്ലെ, ഓർഡർ ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഫോളോഡ് ഇൻ എഡ്യൂക്കേഷൻ റിസർച്ച്. സോ നിങ്ങൾ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന സ്പീഡിൽ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് പോസ് ചെയ്ത് ചെയ്താൽ മതി. സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, സെലക്ഷൻ ഓഫ് റിസർച്ച് മെത്തേഡ്, ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ, ഡാറ്റ കളക്ഷൻ അനാലിസിസ്, റിപ്പോർട്ടിംഗ് ദ റിസൾട്ട് ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ഏതാ വരുന്നത്? സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ആണ് അല്ലെ. ഒന്നാമതായിട്ട് വരുന്നത് സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ആണ്. അപ്പൊ അത് ആദ്യമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 4 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എലിമിനേഷൻ സ്ട്രാറ്റജി. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, ഇനിയുള്ള ദിവസം നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട് ആൻസർ ചെയ്യണം എന്ന കാര്യമാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ തുറന്നു നോക്കാത്ത ഇതുവരെ തുറന്നു നോക്കാത്ത കാര്യത്തെ ഇരുന്ന് പഠിക്കാനായിട്ട് നിൽക്കരുത്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് നന്നായിട്ടൊന്ന് നോക്കുക, ഒന്ന് തറവാക്കുക, ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസം ചെയ്യേണ്ടത്. അപ്പൊ ഇത് എലിമിനേഷൻ മെത്തേഡ് അല്ലെ. ഓപ്ഷൻ 4 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ആദ്യത്തെ 3 ഓപ്ഷനിലും ആദ്യം വരുന്നത് ഏതാണ്? എ ആണ് വരുന്നത്. രണ്ടാമതായിട്ട് ഒന്നിൽ ബി വരുന്നുണ്ട്, പിന്നെ സി വരുന്നുണ്ട്, പിന്നെ ഡി വരുന്നുണ്ട്. സോ ബി ആണോ സി ആണോ ഡി ആണോ രണ്ടാമതായിട്ട് വരുന്നതെന്ന് നോക്കിയാൽ മതി. ബി എന്ന് പറയുമ്പോൾ സെലക്ഷൻ ഓഫ് റിസർച്ച് മെത്തേഡ് ആണ്, സി എന്ന് പറയുമ്പോൾ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റൻ ആണ്, ഡി എന്ന് പറയുമ്പോൾ ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ്. അപ്പൊ ഏതാ വരിക? ഒരിക്കലും റിസർച്ച് മെത്തേഡ് ആണോ സെലക്ട് ചെയ്യുക, അതോ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റൻ ആണോ? നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റൻ ആണ് അല്ലെ. ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതാണ് രണ്ടാമതായിട്ട് വരേണ്ടത്. മൂന്നാമതായിട്ടാണ് എന്ത് വരേണ്ടത്? അപ്പൊ നമുക്ക് അതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ 2 ആണ് ആൻസർ എന്ന് കിട്ടി. എ സി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ നമുക്ക് കിട്ടി. അതായത് ആദ്യം എന്ന് പറയുമ്പോൾ സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ആണ്, രണ്ടാമതായിട്ട് വരുന്നത് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റൻ ആണ്, മൂന്നാമതായിട്ട് വരുന്നത് സെലക്ഷൻ ഓഫ് റിസർച്ച് മെത്തേഡ് ആണ്, നാലാമതായിട്ട് വരുന്നത് ഏതാ? ഡി ആണ് വരുന്നത് അല്ലെ, ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ്. അഞ്ചാമതായിട്ട് വരുന്നത് ഏതാ? അഞ്ചാമതായിട്ട് വരുന്നത് നമ്മുടെ റിപ്പോർട്ടിംഗ് ദ റിസൾട്ട്, അതായത് ഇ ആണ് വരുന്നത് അല്ലെ. റിപ്പോർട്ടിംഗ് ദ റിസൾട്ട് ആണ് അഞ്ചാമതായിട്ട് വരുന്നത്. സോ ഇതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ സ്റ്റെപ്സ് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്തത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ് ഓഫ് പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് കോൾഡ് ആസ്. പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ മനസ്സിലാക്കുക, പാരാമീറ്റർ ഈസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് റിലേറ്റഡ് ടു സാമ്പിൾ എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ഡിഫറൻസ് വരുന്നതിന്റെ പറയുന്ന പേരെന്താ? ഒരിക്കലും ടൈപ്പ് 1 എറർ അല്ല, ടൈപ്പ് 2 എറർ അല്ല, എറർ ഇൻ കാൽക്കുലേഷനും അല്ല. എന്താണ് ആൻസർ? ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സാമ്പിളിംഗ് എറർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അല്ലെ. സാമ്പിളിംഗ് എറർ ആണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ അതും ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് റിസർച്ചസ് ഇൻ ആൻ ഇൻക്രീസിംഗ് ഓർഡർ ഇൻ ടേംസ് ഓഫ് ജനറലൈസേഷൻ ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഫൈൻഡിങ്സ്. സോ ജനറലൈസേഷൻ അനുസരിച്ച് ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അത് ഞാൻ പലതവണ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് പഠിക്കണം. കാരണം പലതവണ പല രീതിയിൽ നമ്മൾ പറയില്ലേ, സെയിം ക്വസ്റ്റൻ ആണ്, പക്ഷെ അതിന്റെ മുദ്ര ശ്രദ്ധിക്കണം എന്ന്. അപ്പൊ ആ ഒരു മുദ്ര മാറ്റിയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പല രീതിയിൽ പല ഭാവത്തിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റൻ എടുത്തിരിക്കുന്നത്. അപ്പൊ എത്നോഗ്രാഫിക് റിസർച്ച്, സർവേ റിസർച്ച്, എക്സ്പെരിമെന്റൽ റിസർച്ച്, ആക്ഷൻ റിസർച്ച്, കേസ് സ്റ്റഡി റിസർച്ച്. വി ഹാവ് 4 ഓപ്ഷൻ, 4 ഓപ്ഷൻസും നമുക്കുണ്ട്. സോ ഇതിന് എങ്ങനെ ആൻസർ ചെയ്യാം? നമുക്ക് ആകെ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇൻക്രീസിംഗ് ഓർഡർ ഇൻ ടേംസ് ഓഫ് ജനറലൈസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കുറവ് ജനറലൈസേഷൻ വരുന്നത് എന്താ? എത്നോഗ്രാഫിക്, സർവേ, എക്സ്പെരിമെന്റൽ, ആക്ഷൻ റിസർച്ച്, കേസ് സ്റ്റഡി റിസർച്ച്. ഏറ്റവും കുറവ് വരുന്നത് ആക്ഷൻ റിസർച്ചിനാണ്. അപ്പൊ ഇതാണ് ഒന്നാമതായിട്ട് വരുന്നത്. ആൻഡ് ഏറ്റവും ജനറലൈസേഷൻ കൂടിയത്, ഏറ്റവും നമ്മൾ സാമ്പിളിനെ കൂടുതൽ എടുത്ത് പോപ്പുലേഷനിൽ നിന്നും സാമ്പിളിനെ അവിടെ റാൻഡംലി അല്ലെങ്കിൽ നോൺ റാൻഡംലി ഒക്കെ എടുത്ത് ചെയ്യുന്ന ഒരു റിസർച്ച് എന്ന് പറഞ്ഞാൽ സർവേ റിസർച്ച് ആണ്. സോ ഇതാണ് ഈ 5 എണ്ണത്തില് അഞ്ചാമതായിട്ട് വരുന്നത് സർവേ റിസർച്ച് ആണ്. സോ ആദ്യം ഡി വരുന്നു, അവസാനം ബി വരുന്നു എന്ന് പറയുമ്പോൾ ഓപ്ഷൻ നോക്കിക്കേ, ആദ്യം ഡി വരുന്നു, അവസാനം ബി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുള്ളൂ. അല്ലാതെ എല്ലാം അവിടെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലെ, നമുക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇങ്ങനെ മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പൊ ആദ്യം ഏതാ വരുന്നതെന്ന് പറഞ്ഞ ആക്ഷൻ റിസർച്ച് വരുന്നു,
അത് കഴിഞ്ഞാൽ ഏതാ വരുന്നത്? നമ്മുടെ കേസ് സ്റ്റഡി റിസർച്ച് ആണ് വരുന്നത് അല്ലെ. കേസ് സ്റ്റഡി റിസർച്ച് വരുന്നു. ദെൻ വരുന്നത് എത്നോഗ്രാഫിക് റിസർച്ച് ആണ്. അടുത്തത് വരുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. ഫൈനലി സർവേ റിസർച്ച് ആണ്. ഇങ്ങനെയാണ് നമ്മുടെ ജനറലൈസേഷൻ കൂടുന്ന രീതിയിൽ വരുന്നത് അല്ലെ. ആദ്യം ആക്ഷൻ റിസർച്ച്, അതൊരു ലോക്കൽ സെറ്റിംഗ്സിൽ ലോക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റിസർച്ച് ആണ് ആക്ഷൻ റിസർച്ച്. ദെൻ കേസ് സ്റ്റഡി റിസർച്ച് പറഞ്ഞു. എത്നോഗ്രാഫിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് അല്ലെ, നമ്മുടെ ട്രൈബൽസിനെയാണ് ഞാൻ ഓർക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതാണ് എത്നോഗ്രാഫിക് റിസർച്ച്. പിന്നെ നമ്മുടെ എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. ആൻഡ് ഫൈനലി നമ്മുടെ സർവേ റിസർച്ച് ആണ്. സോ ഇതാണ് നമ്മുടെ ഇൻക്രീസിംഗ് ഓർഡർ അല്ലെ, ജനറലൈസേഷൻ അനുസരിച്ച് ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ഫീച്ചേഴ്സ് ഓഫ് ദ ആക്ഷൻ റിസർച്ച് ആർ ആസ് ഫോളോസ് അല്ലെ. ഡിസ്റ്റിംഗ്വിഷ് ഫീച്ചേഴ്സ് ഓഫ് ദി ആക്ഷൻ റിസർച്ച് ആർ ആസ് ഫോളോസ്. ഓൺലി ടീച്ചേഴ്സ് കണ്ടക്ട് ആക്ഷൻ റിസർച്ച്. നിങ്ങൾ ആൻസർ ചെയ്യണേ. നമുക്ക് 5 കാര്യങ്ങൾ തന്നിട്ടുണ്ട് ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻ. അപ്പൊ 2 എണ്ണമാണ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഫീച്ചേഴ്സ് ആണ് അറിയേണ്ടത്. അപ്പൊ ആക്ഷൻ റിസർച്ചിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു 5 എണ്ണത്തിൽ നിന്നും 2 എണ്ണം നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ 3 എണ്ണം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 എണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാം. സോ നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നോക്കിക്കേ, ഓൺലി ടീച്ചേഴ്സ് കണ്ടക്ട് ആക്ഷൻ റിസർച്ച്. അത് ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്, തെറ്റാണ്. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, നിങ്ങൾ പലരും ഇപ്പൊ ഓപ്ഷൻ എ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ആക്ഷൻ റിസർച്ച് ടീച്ചേഴ്സ് മാത്രമല്ല എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ആക്ഷൻ റിസർച്ചിന്റെ ഒരു എക്സാമ്പിൾ ആണ് ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന റിസർച്ച് എന്ന് പറയുന്നത്. പക്ഷെ അത് ടീച്ചേഴ്സ് മാത്രമല്ല. അപ്പൊ എ വരില്ല എന്ന് മനസ്സിലായി അല്ലെ, എ വരില്ല എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് എ സ്മോൾ ആക്സസിബിൾ പോപ്പുലേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റഡി. അത് ശരിയാണ് അല്ലെ. എ സ്മോൾ ആക്സസിബിൾ പോപ്പുലേഷൻ, നമുക്ക് പറ്റുന്ന കുറച്ച് സാമ്പിളിനെ മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു റിസർച്ച് ആണ് ആക്ഷൻ റിസർച്ച്. അവിടെയും റാൻഡംലി ആവണമെന്നേ ഇല്ല, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് നടത്താം. സോ ഇവിടെ ബി ശരിയാണ്. എ തെറ്റാണ്, ബി ശരിയാണെന്ന് പറയുമ്പോൾ തന്നെ എ തെറ്റാണ്, ബി ശരിയാണ്. എ തെറ്റാണെന്ന് പറയുമ്പോൾ ഇത് വരില്ല, ബി ശരിയാണെന്ന് പറയുമ്പോൾ ഇത് വരില്ല. എ തെറ്റാണെന്ന് പറയുമ്പോൾ ബി ശരിയാണെന്ന് പറയുമ്പോൾ ഇതും വരില്ല. സോ ഓപ്ഷൻ 3 കണ്ടോ, നമുക്ക് പെട്ടെന്ന് കിട്ടി. ബി ഉള്ള ഓപ്ഷൻ നോക്കിയാൽ മതി. എ തെറ്റാണെന്ന് പോലും ഇവിടെ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യം ഓപ്ഷൻ നോക്കുന്നു, ബി ശരിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതിലും ബി ഇല്ല. കണ്ടോ, ഓപ്ഷൻ 3 മാത്രമാണ് ബി ഉള്ളൂ അല്ലെ. ഓപ്ഷൻ 3 മാത്രമാണ് അവിടെ ബി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് ബി ആൻഡ് ഡി ഓൺലി. അതായത് എ സ്മോൾ ആക്സസിബിൾ പോപ്പുലേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റഡി. ആൻഡ് ഡി എന്ന് പറയുന്നത് റിസർച്ചർ ഈസ് ദ കൺസ്യൂമർ ഓഫ് ദ ഫൈൻഡിങ്സ് അല്ലെ. റിസർച്ചർ ഈസ് ദ കൺസ്യൂമർ ഓഫ് ദ ഫൈൻഡിങ്സ്. അത് മാത്രമാണ് ഇവിടെ വരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് ആൻസർ ചെയ്ത് ആ ഒരു എന്താണ് ആൻസർ എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മുടെ താഴെ ഈ ഒരു വീഡിയോന് താഴെ കമന്റ് ചെയ്യണം. ക്വസ്റ്റൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസിഷൻസ് വിൽ ടെൻഡ് ടു ഡിക്രീസ് എ സാമ്പിളിംഗ് എറർ. ക്വസ്റ്റൻ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസിഷൻസ് വിൽ ടെൻഡ് ടു ഡിക്രീസ് എ സാമ്പിളിംഗ് എറർ അല്ലെ. വി ഹാവ് 4 ഓപ്ഷൻ: ഒബ്റ്റെയിനിങ് റെപ്രസെന്റേറ്റീവ് സാമ്പിൾ, ഡിക്രീസിംഗ് ദ സാമ്പിൾ സൈസ്, ഹോമോജിനസ് ഗ്രൂപ്പിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ്, പോസിബിലിറ്റി ഓഫ് റിഡക്ഷൻ ഓഫ് ദ സാമ്പിൾ സൈസ്. ഇതാണ് 4 ഓപ്ഷൻസ് പറയുന്നത്. സോ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിന് താഴെ എന്ത് ചെയ്യണം, വീഡിയോന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മുടെ എക്സാം മാറ്റി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസം നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഏത് വരെയാണോ എക്സാം ഉള്ളത്, അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങളുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്, അതുവരെ എന്തായാലും നിങ്ങളുടെ കൂടെ CC ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സീസണിന്റെ ഈ ഒരു ബാച്ചിൽ, അതായത് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 9746455514 എന്നുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. ഉറപ്പായിട്ട് നമ്മുടെ CC നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതല്ലാതെ നമ്മുടെ അടുത്ത ജനുവരി 2027 നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് സെറ്റ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, 2027 ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ലോങ് ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. എന്നിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. നമ്മൾ ലോങ് ബാച്ച് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഈ ഒരു നമ്പറിലോട്ട് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോന് താഴെ കമന്റ് ചെയ്യാന്നുള്ളതാണ്. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, നല്ല പോസിറ്റീവായി നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പഠിക്കുക. All the best, and that's all from this session. Thank you.